സർ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി ഉൾപ്പെട്ട ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ചില കേസുകൾ, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിച്ചൊരു കേസാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു അതിജീവിത ഇപ്പോൾ ഒരു ആത്മകഥ പുറത്തിറക്കി. അവർ 6 മാസം മുമ്പ് ആത്മഹത്യ ചെയ്തതാണ്. അതിനുശേഷമാണ് ഈ കഥ പുറത്തിറങ്ങുന്നത്. ഇതിനകത്ത് അവരെ ഒരു പ്രധാനമന്ത്രി ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അത്? അവരുടെ ആത്മകഥ അവർ 6 മാസം മുമ്പ് ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ കോടതിയിലുമൊക്കെ മൊഴിയൊക്കെ ഉണ്ട് അവരുടെ. ആ കോടതിയിലുമൊക്കെ മൊഴി കൊടുത്തിട്ടുള്ള വിർജീനിയ ഗിഫ്രയുടെ ആത്മകഥ നോബഡീസ് ഗേൾ, ഞാൻ ആരുടെയും പെണ്ണല്ല അല്ലേ, നോബഡീസ് ഗേൾ എന്ന ആത്മകഥ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരതിൽ പറയുന്നത് ഒരു പ്രധാനമന്ത്രി അവരെ ഭയങ്കര ക്രൂരമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. 17-ാമത്തെ വയസ്സിലും 18-ാമത്തെ വയസ്സിലും ഒക്കെ അവരെ തല്ലി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ലൈംഗിക അടിമയായി മരിച്ചു പോകും എന്ന് ഭയന്നു. അനവധി ധനികർക്കും അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കും എന്നെ കൈമാറി എന്ന് അവർ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ 6 മാസം മുമ്പ് അവർ ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി തന്നെ അല്ലേ ദുരൂഹതയൊക്കെ ഉണ്ട് മരണത്തിൽ. കാരണം ആ കേസിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. ട്രംപിനെതിരെ തന്നെ കേസ് തിരിയോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട്. അപ്പം ടീനേജ് കാലത്ത് തന്നെ ഇവര് ഈ എപ്സ്റ്റീൻ്റെ വലയിൽ പോയി പെട്ടതാണ്. എപ്സ്റ്റീന് പല സ്ഥലത്തും കരീബിയൻ ദ്വീപിലും ഒക്കെ അയാൾക്ക് ബംഗ്ലാവുണ്ട്. ന്യൂയോർക്കിലെ ബംഗ്ലാവിലും ഒക്കെ ട്രംപും ഒക്കെ പോയിരുന്നതൊക്കെ ആയിട്ട് ആരോപണങ്ങളൊക്കെ ഉണ്ട്. ട്രംപ് ഇയാൾക്ക് ചില ജന്മദിന കാർഡൊക്കെ കൊടുക്കുമ്പോൾ ചില അശ്ലീല ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് അശ്ലീല സന്ദേശങ്ങൾ കൊടുത്തിരുന്നൊക്കെ ആയിട്ട് പത്രങ്ങൾ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതിൽ ഈ പുസ്തകത്തിൻ്റെ നോബഡീസ് ഗേൾ എന്ന് പറഞ്ഞ ആത്മകഥയുടെ അമേരിക്കൻ പതിപ്പിലാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ഈ പുസ്തകത്തിൻ്റെ തന്നെ ബ്രിട്ടീഷ് പതിപ്പിൽ കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി എന്നുള്ളതിൽ നിന്ന് പ്രധാന കളഞ്ഞിട്ട് മിനിസ്റ്റർ എന്ന് മാത്രമേ ബ്രിട്ടനിൽ ഇറങ്ങിയ പുസ്തകത്തിൽ കാണുന്നുള്ളൂ. പ്രൈം മിനിസ്റ്റർ എന്ന് വരുന്നില്ല, അതിൽ പ്രൈം മിനിസ്റ്റർ എന്നില്ല, മിനിസ്റ്റർ എന്നേ ഉള്ളൂ. അപ്പോൾ പ്രധാനമന്ത്രി ആരായിരിക്കും ജെഫ്രി എപ്സ്റ്റീൻ്റെ സൗഹൃദ വലയത്തിൽ എന്നൊക്കെ ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് പതിപ്പിൽ ഇങ്ങനെ മിനിസ്റ്റർ എന്നാണ് എന്നുള്ളതെന്ന് പറഞ്ഞപ്പോൾ വേറെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നു. കരീബിയൻ ദ്വീപിൽ വെച്ചിട്ട് ഒക്കെ ആണ് ഈ ബലാത്സംഗം നടന്നതായിട്ട് ഇവർ പറയുന്നത്. എപ്സ്റ്റീൻ്റെ കരീബിയൻ ദ്വീപിലെ ബംഗ്ലാവിൽ വെച്ചിട്ടാണ് ഈ ക്രൂരമായ ബലാത്സംഗം നടന്നുകൊണ്ടിരുന്നത്. അന്ന് 18 വയസ്സായിരുന്നു. അയാൾ ആവർത്തിച്ച് എന്നെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. ഇവർ പറയാണ്, എനിക്ക് ബോധം നഷ്ടപ്പെട്ടു, ഞാൻ ഭയക്കും തോറും അയാൾ ആഹ്ലാദിച്ചു. എന്നിട്ട് എൻ്റെ ഭയം കണ്ട് അയാൾ പ്രധാനമന്ത്രി പൊട്ടിച്ചിരിച്ചു. ഞാൻ മുട്ടുകുത്തി യാചിച്ചപ്പോൾ അയാൾക്ക് കാമം മൂത്തു. ഇവർ നോബഡീസ് ഗേൾ അതിൽ എഴുതുകയാണ്. അപ്പോൾ പിന്നീട് അയാളുടെ അടുത്തേക്ക് അയക്കരുതെന്ന് ഞാൻ എപ്സ്റ്റീനോട് യാചിച്ചു. ഇനി അയാൾ വേണ്ട എന്ന് ഞാൻ പലതവണ പറഞ്ഞു. മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ എപ്സ്റ്റീൻ അയാളെ പേടിയായിരുന്നോ അതോ എന്തിൻ്റെയെങ്കിലും ഉപകാര സ്മരണയാണോ എന്നറിയില്ല. എനിക്ക് പിന്നെയും ആ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകേണ്ടി വന്നു. ചിലപ്പോൾ അങ്ങനെയൊക്കെ നടക്കും എന്നപ്പോൾ എപ്സ്റ്റീൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും, കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളെയാണല്ലോ ഇവർക്കൊക്കെ ആവശ്യമായിരുന്നത്. അപ്പോൾ ഈ കേസിൽ എൻ്റെയും ഒരു സംശയം, ഈ കഥാപാത്രം ആൻഡ്രൂ രാജകുമാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രിൻസ് ആൻഡ്രൂ. അപ്പോൾ പ്രിൻസ് ആൻഡ്രൂവിനെതിരെ ഇവർ കേസ് കൊടുത്തിരുന്നു.
ഈ വിർജീനിയ ഗിഫ്രെ. അപ്പോൾ അവിടെ ബ്രിട്ടീഷ് പതിപ്പിൽ പ്രധാനമന്ത്രി എന്നില്ലല്ലോ. അപ്പോൾ രാജകുടുംബത്തിലെ ഒരാളാണെങ്കിലും മന്ത്രി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കും, കേസ് ഒഴിവാക്കാനൊക്കെ വേണമെങ്കിൽ പറയൂല്ലേ, പറയാം. നമ്മളും ചില സൂത്രപ്പണിയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുമല്ലോ. അങ്ങനെയാണെന്ന് എനിക്കൊരു സംശയം തോന്നുന്നു. ചാൾസ് രാജാവ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ, ചാൾസിന്റെ സഹോദരനാണ് ആൻഡ്രൂ രാജകുമാരൻ. അപ്പോൾ കോടതിയിൽ കേസിൽ ഈ ആൻഡ്രൂ രാജകുമാരൻ്റെ പേരുണ്ട്. ആ സമയത്ത് ഈ ആൻഡ്രൂ രാജകുമാരൻ അയാളുടെയൊക്കെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് പലരെയും ഒക്കെ ഏൽപ്പിച്ച്, എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്തിട്ട് ഇവർക്കെതിരെ ചെളിവാരി എറിഞ്ഞിരുന്നു. ഈ സ്ത്രീക്ക് ക്യാരക്ടർ ഇല്ല എന്നൊക്കെ വരുത്താൻ, ക്യാരക്ടർ ഇല്ല എന്ന് വരുത്തി കഴിഞ്ഞാൽ കേസ് തള്ളിപ്പോകുമല്ലോ, അങ്ങനെയൊക്കെ വരുത്താൻ ശ്രമിച്ചിരുന്നു എന്നൊക്കെ ഇവർ പിന്നീട് പറഞ്ഞിരുന്നു. പക്ഷെ ഈ ഡ്യൂക്ക് ഓഫ് യോർക്ക് ആണ് അന്ന് ഈ ആൻഡ്രൂ രാജകുമാരൻ. അയാൾ മാപ്പ് പറയണം എന്നൊക്കെ ഇവർ കോടതിയിൽ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. 2002 കോടതിക്ക് പുറത്തു വെച്ച് ആ കേസ് ഒത്തുതീർക്കുകയാണ് ചെയ്തത് ആൻഡ്രൂ രാജകുമാരൻ. കോടികൾ ഇവർക്ക് ആൻഡ്രൂ രാജകുമാരൻ കൊടുത്തിരുന്നു. അങ്ങനെയാണ് സെറ്റിൽ ചെയ്തത്. ഈ കേസിൻ്റെ പിന്നാലെ ആൻഡ്രൂ രാജകുമാരൻ അയാളുടെ ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന് പറഞ്ഞ സ്ഥാനം വേണ്ട എന്ന് വെക്കേണ്ടി വന്നു. പിന്നെ പട്ടാള പദവി, അയാളുടെ പട്ടാള പദവിയും അയാൾ ഉപേക്ഷിച്ചു. ഇനി ഞാൻ ഡ്യൂക്ക് അല്ല എന്ന് പറഞ്ഞു. പ്രിൻസ് എന്നുള്ള സ്ഥാനം, രാജകുമാരൻ, അത് നിലനിൽക്കും എന്ന് പറഞ്ഞിരുന്നു. എന്താണെന്ന് വെച്ചാൽ അയാൾ എലിസബത്ത് രാജ്ഞിയുടെ മോനാണല്ലോ, അതെ, തള്ളയില്ലാതാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് രാജ്ഞിയുടെ മോൻ അല്ലേ. അതെ, പണ്ട് മലയാളത്തിൽ രാജാവിന്റെ മകൻ എന്ന് പറഞ്ഞ സിനിമ ഒന്നുമില്ലേ, ഒരു സൂത്രപ്രയോഗമാണത് അല്ലേ. അപ്പൊ രാജകുമാരനായിട്ട് അംഗീകരിക്കില്ല, രാജാവിന്റെ മോനാണ് എന്ന് പറയുന്ന പോലെ റാണിയുടെ മോനാണ്, അതുകൊണ്ട് പ്രിൻസ് എന്നുള്ളത് ഇയാൾ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴും പ്രിൻസ് ആൻഡ്രൂ ആണ്. അപ്പോൾ ന്യൂയോർക്കിലാണ് കേസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രിൻസ് ആൻഡ്രൂ ആയിട്ട് 3 തവണ ഇവർക്ക് ക്ഷയിക്കേണ്ടി വന്നു എന്നിവര് പറയുന്നുണ്ട്. 17 വയസ്സ് തുടങ്ങിയിട്ട് 2011 ഇയാൾ പോലീസുകാരനായിട്ടുള്ള അംഗരക്ഷകനെ ഇവർക്കെതിരെ ഈ പല പ്രചരണത്തിനും ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ഇവർ ആരോപിച്ചിരുന്നു. 2010 ഡിസംബറിൽ എപ്സ്റ്റീനുമായിട്ട്, ഇപ്പം 2011 ഇതൊക്കെ നടന്നതെന്നാണല്ലോ ഇവർ പിന്നെ പറഞ്ഞത്. 2010 ഡിസംബറിൽ തന്നെ എപ്സ്റ്റീനിൻ്റെ സുഹൃത്തായിരുന്നു. പക്ഷേ 2010 ഡിസംബറിൽ തന്നെ ഞാൻ എപ്സ്റ്റീനുമായിട്ട് ബന്ധം വിച്ഛേദിച്ചിരുന്നു എന്ന് ആൻഡ്രൂ പറഞ്ഞിരുന്നു. പക്ഷെ അത് പച്ചക്കള്ളമാണെന്ന് പിന്നീട് തെളിഞ്ഞു. അയാൾ അന്ന് ബന്ധമൊന്നും മുറിച്ചിരുന്നില്ല. 2011 ഈ ആൻഡ്രൂ രാജകുമാരൻ ഈ വിർജീനിയ ഗിഫ്രെയുമായി നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നു 2011 തന്നെ. അപ്പം അവർ പറയുന്നതാണ് ശരി എന്ന് തെളിഞ്ഞു. ആ ചിത്രം നമുക്ക് ഇതിൻ്റെ കൂടെ ഗിഫ്രെയുമായിട്ട് ആൻഡ്രൂ രാജകുമാരൻ ഇരിക്കുന്നത് കൊടുക്കാം. ഇത്രയും പറഞ്ഞ ശേഷവും ഇനി വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രി ആണോ എന്നുള്ള സംശയം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വിവരങ്ങൾ ഇനിയും വന്നു. ഞാനിത് പറയുന്നത് ബ്രിട്ടനിലെ പതിപ്പിൽ പ്രധാനമന്ത്രി എന്ന് പറയാത്തത് കൊണ്ട് മാത്രം ഞാനത് ആൻഡ്രൂ രാജകുമാരനായിരിക്കും എന്ന് ഊഹിക്കുകയാണ്. പക്ഷെ വേറൊരു പ്രധാനമന്ത്രി എപ്സ്റ്റീൻ്റെ വലയത്തിൽ ഉണ്ടായിരുന്നോ? അത് ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ ആയിരുന്നോ? ആദ്യം ഇതൊരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരിക്കുമോ എന്നുള്ള സംശയമാണ് ഉണ്ടായത്. ഇനി അങ്ങോട്ടെങ്ങാനും ഈ കേസ് തിരിയുമോ അത് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.